മക്കളെ, ഇന്ന് നമുക്ക് ഗലീലിയോ എന്ന ലേഖനത്തിലെ എക്സാം ക്വസ്റ്റ്യൻസ് നോക്കാം. ഗലീലിയോ നാമക് ലേഖ കിസ്നെ ലിഖ? ശുക്രാചാര്യാണ് ഗലീലിയോ എന്ന പേരായിട്ടുള്ള ലേഖനം എഴുതിയത്. അടുത്ത ചോദ്യം നോക്കാം. ശുക്രാചാര്യ കാ അസലി നാം ക്യാ ഹെ? ശുക്രാചാര്യന്റെ യഥാർത്ഥ പേര് എന്താണ്? കൃഷ്ണമേനോൻ എന്നാണ് യഥാർത്ഥ പേര്. പഹാടി പർ ചढ़ने समय ലഡ്കെ കോ കൈസേ ലഗ? കുന്ന് കയറുമ്പോൾ ആൺകുട്ടിക്ക് എന്താണ് തോന്നിയത്? ചാന്ദ് ബി ഉസ്കെ സാത്ത് ചढ़ രഹാ ഹെ? ചന്ദ്രനും അവനോടൊപ്പം കയറുന്നു എന്നാണ് തോന്നിയത്. അന്ത് മേ ലഡ്ക കിസ് നിർണയ് പർ പഹുഞ്ച് ഗയാ? അവസാനം ആ ആൺകുട്ടി എന്ത് തീരുമാനത്തിലാണ് എത്തിയത്? ലഡ്കേനെ ഇസ് നിർണയ് പർ പഹുഞ്ചാ കി ചാന്ദ് അപ്പനി ജഗഹ് स्थिर है और उनकी नजरों धोखा गा रही है. ആൺകുട്ടി അവസാനം എത്തിയ തീരുമാനം ലഡ്കേനെ ഇസ് നിർണയ് പർ പഹുഞ്ചാക്കി. ആൺകുട്ടി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. ചാന്ദ് അപ്പനി ജഗഹ്, ചന്ദ്രൻ നിശ്ചലനാണെന്നും അത് സ്വന്തം കണ്ണുകൾക്ക് തോന്നുന്നതാണെന്നും സ്വന്തം കണ്ണുകൾ തന്നെ വഞ്ചിക്കുന്നതാണെന്നും ഉള്ള ഒരു തീരുമാനത്തിലാണ് അവസാനം ആ കുട്ടി എത്തിയത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗലീലിയോ കോ പിതാജിനെ ക്യാ പഠനെ കെ ലിയെ ഭേജ് ദിയ? ഡോക്ടറി പഠനെ കെ ലിയെ. ഗലീലിയോനെ പിതാവ് എന്ത് പഠിക്കാൻ വേണ്ടിയാണ് പറഞ്ഞയച്ചത്? മെഡിസിൻ പഠിക്കാനാണ് പറഞ്ഞയച്ചത്. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഗലീലിയോ ക്യാ ബനനാ ചാഹത്തെ थे? ഗലീലിയോ ആരാവാനാണ് ആഗ്രഹിച്ചിരുന്നത്? വൈജ്ഞാനിക്. ഗലീലിയോ ശാസ്ത്രജ്ഞനാവാനാണ് ആഗ്രഹിച്ചിരുന്നത്. ബുഖാർ കെ സമയ ഗലീലിയോ കോ ക്യാ അനുഭവ് ഹുവ? ബുഖാർ, പനി പിടിച്ച ഒരു സമയം ഉണ്ടായിരുന്നു ഗലീലിയോക്ക്. നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചു അല്ലെ. അപ്പൊ പനി പിടിച്ചിരിക്കുന്ന സമയത്ത് ഗലീലിയോക്ക് ഉണ്ടായിരുന്ന അനുഭവം എന്തായിരുന്നു? ഉസ്കോ ലഗാ കി ഉസ്കി നബ്ജ് തേസ് ചലനെ ലഗ്താ ഹെ और बुखार कम होने पर वह सामान्य गति से चलने लगा. എന്തനുഭവമാണ് ഉണ്ടായത്? പനി ബാധിച്ച സമയത്ത് ഗലീലിയോയുടെ നാഡിമിടിപ്പ് വേഗത്തിലാകുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. പനി കുറഞ്ഞപ്പോൾ അത് വീണ്ടും സാധാരണഗതിയിലേക്ക് വരുന്നതായിട്ടും ആർക്ക് തോന്നി? ഗലീലിയോക്ക് തോന്നി. दोस्त घर जाकर गलीलियो को क्या क्या लेकर आया? दोस्त के घर എന്നായിരിക്കും കേട്ടോ. ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് സാധനങ്ങൾ കൊണ്ടുവന്നു എന്നല്ല പറഞ്ഞത്. അപ്പൊ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് ഗലീലിയോ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നത്? ഏക് ഡോർ ലോഹ പീത്തൾ ആദി ധാതുവോं को लेकर आया. എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? ഏക് ഡോർ ഒരു ചരട് അല്ലെങ്കിൽ ഒരു കയറ്, പിന്നെ ലോഹ ഇരുമ്പ്, പീത്തൾ പിച്ചള മുതലായ ധാതുക്കളാണ് കൊണ്ടുവന്നത്. ഇൻ ചീസോം സേ ഉസ്നെ ക്യാ ബനായ? ഈ വസ്തുക്കൾ ഉപയോഗിച്ച് അദ്ദേഹം എന്താണ് ഉണ്ടാക്കിയത്? ഈ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് എന്താണ് ഉണ്ടാക്കിയത്? ഏക് പെൻഡുലം ബനായ. ഒരു പെൻഡുലമാണ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയത്, ഗലീലിയോ ഉണ്ടാക്കിയത്. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗലീലിയോ ഹിസാബി ക്യോ കഹ്നെ ലഗ? ഗലീലിയോ ദി കാൽക്കുലേറ്റർ എന്ന് വിളിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ട്? ക്യോങ്കി ഗലീലിയോനെ പഹലി ബാർ വിജ്ഞാൻ മേം ഗണിത് കാ പ്രयोग കിയ. അതായത് അതിനുള്ള കാരണം ഗലീലിയോ ആദ്യമായി ശാസ്ത്രത്തിൽ ഗണിതശാസ്ത്രം വ്യാപകമായി ഉപയോഗിച്ചു. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറുകൾ നന്നായിട്ട് നോക്കി പഠിക്കുക. എല്ലാ ചാപ്റ്ററിൻ്റെയും എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ഓക്കെ.